നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HTML കളേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ HTML ഹെഡിങ്ങുകൾക്കും അല്ലെങ്കിൽ പാരഗ്രാഫുകൾക്കും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയാണ് കളർ കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട്, എങ്ങനെയാണ് അതൊക്കെ ഡിഫൈൻ ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സബ്ലൈം ടെക്സ്റ്റിൽ ബേസിക് HTML സ്ട്രക്ചർ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട് പാഡ്++ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സബ്ലൈം ടെക്സ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഞാനൊരു ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റൈൽ ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് കളർ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പോവാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ അന്ന് നമ്മൾ പഠിച്ചത് കളർ നെയിം ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തത് അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് റെഡ് എന്ന് കൊടുത്തിട്ട് അത് പ്രിവ്യൂ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല കളേഴ്സും കൊടുക്കാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് കൊടുക്കുന്ന കളേഴ്സ് ഒന്ന് റെഡ്, രണ്ടാമത്തെ ഞാൻ കാണിച്ചു തരാം ഗ്രേ എന്ന് പറഞ്ഞ കളർ. പ്രിവ്യൂ ചെയ്യുമ്പോൾ കാണാം ആ ബാക്ക്ഗ്രൗണ്ട് കളർ മാറിയിട്ടുണ്ട്. അടുത്തൊരു കളറ് ഓറഞ്ച്. ഒന്നുകൂടി നമുക്കത് പ്രിവ്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ ആ കളർ മാറി. അപ്പോൾ ഇങ്ങനെ കളർ നെയിംസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് HTML സൈറ്റിൽ കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് കളറും ആഡ് ചെയ്യാം, ടെക്സ്റ്റ് കളറും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിനാണ് കളർ നെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഏകദേശം 140 കളറുകളുണ്ട്. അതായത് ജസ്റ്റ് ഈ കളർ നെയിംസ് കൊടുക്കുന്നത് ഗ്രേ, ഓറഞ്ച്, ടൊമാറ്റോ, വയലറ്റ്, അങ്ങനെ 140 കളർ നെയിംസ് അവൈലബിൾ ആണ്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് RGB വാല്യൂ കൊടുക്കുന്നതാണ്. RGB എന്ന് പറഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നതിൻ്റെ ഷോർട്ടാണ്. അപ്പോൾ RGB വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഹെഡിങ്ങിലേക്കൊരു RGB വാല്യൂ കളർ കൊടുക്കാം. സ്റ്റൈൽ ഈക്വൽ ടു, അത് നമ്മൾ കളറാണ് കൊടുക്കാൻ പോകുന്നത്, കളർ RGB. ഇതാണ് അതിൻ്റെ ഒരു സിൻടാക്സ് വരുന്നത്. RGB എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റും, അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു 255 ഇങ്ങനെ കൊടുത്താൽ വൈറ്റ് എന്ന കളറിൻ്റെ RGB വാല്യൂ ആണ് ഈ 255,255,255. ഇതിൻ്റെ പ്രിവ്യൂ നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ആ കളറ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വൈറ്റിൻ്റെ RGB വാല്യൂ എന്ന് പറയുന്നത് 255 ആണ്. ഈ കളേഴ്സൊക്കെ നമുക്ക് കാണാണ്ട് പഠിക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ ചെയ്യാറ് വൈറ്റ്, ബ്ലാക്ക്, അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന കളേഴ്സൊക്കെയാണ് നമ്മൾ പഠിച്ചു വയ്ക്കാറ്. അപ്പോൾ എങ്ങനെയാണ് ഈ വാല്യൂസ് കിട്ടുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം. ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് RGB ഓഫ് വൈറ്റ് എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ RGB വാല്യൂ വന്നിട്ടുണ്ട്, കണ്ടോ. അതുപോലെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്തൊരു കളർ വാല്യൂ എന്ന് പറയുന്നത് ഹെക്സ് വാല്യൂസ് ആണ്. അപ്പം ഞാൻ അടുത്തൊരു ഹെഡിങ് ആഡ് ചെയ്തു, H2. എന്നിട്ട് അതിന് സെക്കൻഡ് ഹെഡിങ് എന്ന് പേര് കൊടുക്കുകയാണ്. സെക്കൻഡ് ഹെഡിങ്. അതിന് നമുക്കതിൽ കളർ ആഡ് ചെയ്യണം. സ്റ്റൈൽ ഈക്വൽ ടു, അതിൽ കളർ #FFF. അപ്പോൾ ഒരു ഹെക്സ് വാല്യൂ എന്ന് പറയുന്നത് ഒരു 6 ലെറ്റർ, അല്ലെങ്കിൽ 6 ലെറ്റർ എന്ന് പറയാൻ പറ്റില്ല, അതിൽ ലെറ്റേഴ്സും വരാം, നമ്പേഴ്സും വരാം. എല്ലാ ഹെക്സ് വാല്യൂസും വരുന്ന ഒരു ഹാഷ് ഫോളോഡ് ബൈ അതിൻ്റെ ഒരു 6 ലെറ്റർ അല്ലെങ്കിൽ നമ്പറൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ നമുക്കൊന്ന് നോക്കി നോക്കാം. കണ്ടോ, അപ്പോൾ ഇതും വൈറ്റിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വൈറ്റിൻ്റെ ഹെക്സ് വാല്യൂ ആണ് ഈ കാണുന്നത്. നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടുന്നതാണ്. നേരത്തെ നമ്മൾ RGB ഓഫ് വൈറ്റ് എന്ന് അടിച്ചപ്പോൾ തന്നെ ഇവിടെ ഹെക്സ് കോഡ് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതുപോലെ RGB വാല്യൂ സെർച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഹെക്സ് കോഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഹെക്സ് കോഡ് സെർച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ RGB വാല്യൂ ഗൂഗിളിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഈ കോമൺ കളേഴ്സ് അല്ലാത്ത കളേഴ്സിൻ്റെ ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കൂടുതൽ ടൂൾസൊക്കെ ഇതിന് അവൈലബിൾ ആണ്. HTML കളർ പിക്കർ എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം.
അപ്പോൾ HTML കളർ പിക്കർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാണ്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടോ കളേഴ്സ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ RGB വാല്യൂ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഹെക്സ് വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഈ കളർ വാല്യൂസൊക്കെ കാണുന്നത്. അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലും അതിനുള്ള ടൂൾസ് ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ക്ലയൻസ് അവരുടെ ലോഗോ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ കളർ പ്രിഫറൻസ് പറയുമ്പോഴും അതിൻ്റെ കളർ കോഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്തൊരു കളർ വാല്യൂ എന്ന് പറയുന്നത് RGBA ആണ്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു H3 ഹെഡിങ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇത് നമുക്ക് സ്റ്റൈൽ ആട്രിബ്യൂട്ട് കൊടുക്കണം. കളർ, നമ്മളതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ RGBA, നമ്മൾ മുമ്പ് RGB എന്ന് പറഞ്ഞ് കൊടുത്തതിൻ്റെ ഏകദേശം സെയിം സിൻറ്റാക്സ് ആണ് ഇതിന് വരുന്നത്. അതിനുശേഷം നമ്മൾ 255 അതിനുശേഷം എത്ര ഒപ്പാസിറ്റിയാണ് വേണ്ടതെന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ലൈറ്റ്നെസ് ആണ് അതിന് വേണ്ടതെന്നാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 0.5, അത് 0 മുതൽ 1 വരെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഹെഡിങ്ങിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ഒരു 0.5 ഒപ്പാസിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് 50% കളറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് RGBA വാല്യൂ കൊടുക്കുന്നത്. പിന്നെ ഒരു കളർ വാല്യൂ കൂടി ഉണ്ട്, HSL എന്ന് പറയുന്നത്, ഹ്യൂ സാച്ചുറേഷൻ ലൈറ്റ്നെസ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. പക്ഷേ അത് നമ്മളിവിടെ പഠിക്കുന്നില്ല, കാരണം അത് നമുക്ക് കൂടുതൽ അങ്ങനെ യൂസ് ഒന്നും വരുന്നില്ല. മെയിനായിട്ട് യൂസ് വരുന്നത് ഈ കളർ നെയിംസ് കൊടുക്കുന്നതും RGB വാല്യൂസും ഹെക്സ് കോഡും RGBAയും കൂടിയിട്ടാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്, എല്ലാ കളേഴ്സിൻ്റെയും. അല്ലെങ്കിൽ കളർ പിക്കേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലെ കളർ പിക്കർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലയൻറ്റ് നിങ്ങൾക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കളർ വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 3 തരം കളർ ടൈപ്സ് ആണ് പഠിച്ചത്. 1 കളർ നെയിംസ്, 2 RGB, 3 ഹെക്സ് വാല്യൂസ്, 4ാമത്തത് RGBA. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.